നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ദിവസങ്ങൾക്ക് മുൻപാണ് പരസ്യമായി നടൻ ബാലയും അമൃത സുരേഷും തമ്മിലുള്ള പോര് തുടങ്ങുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വിവാഹമോചിതരായെങ്കിലും അമൃത സുരേഷും നടൻ ബാലയും തമ്മിലുള്ള വിവാദമാണ് പ്രധാന ചർച്ചാ വിഷയം. മകളെ കാണാൻ അനുവദിക്കുന്നില്ലെന്ന ആരോപണവുമായി ബാല രംഗത്തെത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പിന്നാലെ ബാലയ്ക്കെതിരെ മകൾ അവന്തിക ഒരു വീഡിയോ പങ്കുവച്ചു. ഇതിനുശേഷം ബാലയിൽ നിന്നും അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് അമൃതയും രംഗത്തെത്തിയതോടെയാണ് പ്രശ്നം വലിയ ചർച്ചയായി മാറിയത്. വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഇതിന് പിന്നാലെ അമൃത സുരേഷും കുടുംബവും നേരിട്ടത്. എന്നാൽ ഇപ്പോഴത്തെ അമൃത സുരേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു. സഹോദരി അഭിരാമി സുരേഷാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം അറിയിച്ചതെങ്കിലും പിന്നീട് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ആശുപത്രിയിലെ സ്ട്രെച്ചറിൽ അമൃതയെ കാർഡിയാക് ഐസിയുയിലേക്ക് പ്രവേശിക്കുന്നതാണ് അഭിരാമി പങ്കുവച്ച ചിത്രത്തിലുണ്ടായിരുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അഭിരാമി പങ്കുവച്ചിട്ടുമില്ല. എന്റെ ചേച്ചിയെ ഉപദ്രവിക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ എന്ന കുറിപ്പും അഭിരാമി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും മതി, എന്റെ ചേച്ചി ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ, ഞാൻ നിങ്ങളെ വെറുക്കുന്നു, അവൾ ജീവിച്ചോട്ടെ, നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ എന്നായിരുന്നു അഭിരാമി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം അമൃത ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അമൃതയുടെ പോസ്റ്റിന് പിന്തുണയുമായി ഗോപി സുന്ദറും എത്തിയിരുന്നു. ബാലയുമായി പിരിഞ്ഞതിന് ശേഷം അമൃതയും ഗോപി സുന്ദറും ലിവിംഗ് ടുഗദർ ആയിരുന്നു. അടുത്തിടെയാണ് ഇവർ ഈ ബന്ധം അവസാനിപ്പിച്ചതും. ബന്ധം വേർപിരിഞ്ഞിട്ടും ഇരുവരും പരസ്പരം മോശമായ രീതിയിൽ സംസാരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ അമൃത ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ തന്റെ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് ഗോപി സുന്ദർ. നിങ്ങൾ ഏറ്റവും മികച്ച ശക്തവുമാണ്, മുന്നോട്ട് പോവുക, ഒരു അമ്മയുടെ ശക്തി എന്നായിരുന്നു ഗോപി സുന്ദർ കമന്റ് ചെയ്തത്. അതേസമയം ബാലയുമായുള്ള വിവാഹ ജീവിതത്തിൽ താൻ ഒരുപാട് അനുഭവിച്ചെന്നും അന്ന് നേരിട്ടതിൽ ഇപ്പോഴും താൻ ചികിത്സ തേടുന്നുണ്ടെന്നൊക്കെ അമൃത കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. പെട്ടെന്ന് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നാണ് ആരാധകരും ചോദിക്കുന്നത്. ബാലയ്ക്കെതിരെ നേരത്തെ ഗുരുതര ആരോപണങ്ങളാണ് അമൃത ഉയർത്തിയത്. കൊടിയ ശാരീരിക പീഡനമാണ് താൻ നേരിട്ട് ഇരുന്നത് എന്നായിരുന്നു ഗായിക വെളിപ്പെടുത്തിയത്. സഹിക്കാവുന്നത് അത്രയും സഹിച്ചിട്ടും ഉപദ്രവം തുടർന്നതോടെ താൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് അമൃത വെളിപ്പെടുത്തിയത്. തനിക്ക് മുൻപ് മറ്റൊരു സ്ത്രീയെ ബാല വിവാഹം ചെയ്തിരുന്നുവെന്നും അത് മറച്ചുവെച്ചാണ് തന്നെ വിവാഹം കഴിച്ചതെന്നും അമൃത ആരോപിച്ചിരുന്നു. അതേസമയം ഇനി താൻ വിവാദങ്ങൾക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ബാല ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ വലിയ വിമർശനമാണ് പലരും ഉയർത്തിയത്. നേരത്തെ വിഷയത്തിൽ നടനെ പിന്തുണച്ചിരുന്ന ആരാധകരെല്ലാവരും നടനെതിരെ അതിരൂക്ഷമായ കമന്റുകളാണ് പങ്കിട്ടത്. ആ കുടുംബത്തെ ഇനിയെങ്കിലും വെറുതെ വിടൂ എന്ന്, ഇനിയും സോഷ്യൽ മീഡിയയിൽ താങ്കൾ കളിക്കുന്ന ചാരിറ്റി നാടകമെല്ലാം അവസാനിപ്പിച്ചൂടെ എന്നുമൊക്കെയാണ് പലരും ബാലയ്ക്കെതിരെ ചോദിച്ചതും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe here for more videos. Subscribe now. Thank you.